LDFിന്റെ ഭാഗമായ പാർട്ടികളെ ഉൾപ്പെടെ മുന്നണിയിലെത്തിക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ഇന്ന് നടക്കുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ പുനഃസംഘടനാ ചർച്ച ഉണ്ടാകും. PV അൻവർ വിഷയത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും അടൂർ പ്രകാശ് 24നോട്. പരമാവധി ശ്രമം നടത്തും. അത് എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കണമെന്നില്ല, എങ്കിലും ശ്രമം നടത്തി നോക്കും. ആ ശ്രമത്തിൽ വിജയം കൈവരിക്കുമെങ്കിൽ അത് ഞങ്ങൾ താല്പര്യപൂർവ്വം അക്കാര്യങ്ങളിലേക്ക്. ഞങ്ങളുടെ ഇടയിൽ യാതൊരു അഭിപ്രായ ഭിന്നതയും ഇന്നുവരെയും ഉണ്ടായിട്ടില്ല. UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പ്രതിഫലനമാണ് നിലമ്പൂരിൽ കണ്ടത്. ആ പ്രതിഫലനം ഇനിയും തുടർന്നും ഉണ്ടാകാൻ പോവുകയാണ്. തിരുവനന്തപുരത്ത് മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേർന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. CPI ഉൾപ്പെടെയുള്ള LDFിന്റെ ഭാഗമായിട്ടുള്ള ഘടക കക്ഷികൾക്ക് മുൻപിലേക്ക് UDF വാതിൽ തുറന്നിടുന്നു. അത്തരം നീക്കത്തിലേക്ക് കൂടി പുതിയ UDFിന്റെ കൺവീനർ അടൂർ പ്രകാശ് കടക്കുന്നു. ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗം വളരെ നിർണായകമാണ്. അതിൽ പുനഃസംഘടന അടക്കം ചർച്ചയാകുമെങ്കിലും മുന്നണി വിപുലീകരണം അടക്കമുള്ള അതിൻ്റെ പ്രാഥമിക ചർച്ച നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനെ സംബന്ധിച്ച് സർക്കാരിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആയുധം തന്നെ CPI അടക്കമുള്ള ഘടകകക്ഷികളെ UDFിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. അതിന് അദ്ദേഹം പറയുന്നത് C. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്തൊക്കെ തന്നെ അതിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് അത് CPI UDFിൻ്റെ ഘടകകക്ഷിയായിരുന്ന സമയത്തായിരുന്നു C. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസ് അടക്കമുള്ള RJD അടക്കമുള്ള പാർട്ടികളെ വലവീശി പിടിക്കുക എന്നുള്ളതാണ് UDF കൺവീനർ ലക്ഷ്യം. പക്ഷേ ഇതിനോടകം തന്നെ CPIയുടെയും കേരള കോൺഗ്രസിൻ്റെയും പ്രതികരണം വന്നിട്ടുണ്ട്. തങ്ങൾ ഈ മുന്നണി മാറ്റം ഉദ്ദേശിക്കുന്നില്ല എന്ന രീതിയിൽ. പക്ഷേ മുന്നണിയിൽ CPIയും കേരള കോൺഗ്രസ് എമ്മും അവർ നല്ല രീതിയിലാണോ ഉള്ളത്, അവർ സംതൃപ്തരാണോ എന്നത് ആലോചിക്കണമെന്ന് അദ്ദേഹം കൂടി പറയുന്നുണ്ട്. എന്തായാലും ഈ പുനഃസംഘടന സംബന്ധിച്ചുള്ള കാര്യം കൂടി അദ്ദേഹത്തിന് മുൻപിലെ വെല്ലുവിളിയാണ്. DCCകളിൽ മാത്രം മതിയോ, അല്ലെങ്കിൽ അത് പുനഃസംഘടന വേണ്ടത് KPCCയിലെ പുതിയ ഭാരവാഹികളടക്കം വേണമോ എന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഇനി അൻവറിനെ സംബന്ധിച്ചുള്ള വിഷയം സംബന്ധിച്ചും പ്രതിപക്ഷ നേതാവിനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും കൺവീനർക്ക് ഒരേ അഭിപ്രായം എന്ന് പറയുമ്പോഴും അൻവർ ഒരു ഫാക്ടറാണ്. അൻവർ വോട്ട് പിടിച്ച ഘടകത്തെ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല. അത് സംബന്ധിച്ചുള്ള കാര്യം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. ഏറ്റവും പ്രധാനപ്പെട്ടത് ശശി തരൂരുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഉടക്കി നിൽക്കുകയാണ്. ഇന്ന് ACC സംഘടനാകാര്യ സെക്രട്ടറി KC വേണുഗോപാൽ കൂടി ഇന്നത്തെ യോഗത്തിൽ രാഷ്ട്രീയ സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നത് ഏറ്റവും വലിയ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ശശി തരൂർ വിഷയത്തിൽ AICC നിലപാടെടുക്കട്ടെ എന്നാണ് ഇവരുടെ നിലപാടെങ്കിൽ കൂടി സംസ്ഥാന ഘടകത്തിന് എന്താണ് ശശി തരൂരിൻ്റെ കാര്യത്തിലെ നിലപാടുകൾ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പ് തന്നെയാണ്. ഒപ്പം തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MPമാർക്ക് മത്സരിക്കണമെന്നുള്ള അഭിപ്രായം ഉന്നയിച്ചിരുന്നു UDF കൺവീനർ അടൂർ പ്രകാശ്. ഇത് സംബന്ധിച്ച് എല്ലാ MPമാർക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം AICC നൽകുമോ എന്നറിയില്ലെങ്കിൽ കൂടി ചിലർക്ക് നൽകിയേക്കാം എന്ന സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. എന്താണെങ്കിലും പുതിയ KPCC ടീമും ഒപ്പം തന്നെ പുതിയ UDF കൺവീനർ വന്ന ശേഷമുള്ള ആദ്യ സംഘടനാകാര്യ അല്ലെങ്കിൽ രാഷ്ട്രീയകാര്യ സമിതി യോഗം ഏറെ നിർണായകമാണ്. ഇന്ന് തന്നെയാണ് ആര്യടൻ ഷൗക്കത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങും. ഓക്കെ, താങ്ക് യു. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്.